മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് ഉയരുമ്പോൾ ചങ്കിലെ ചെങ്കൊടിയുമായി പി ജയരാജൻ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കിലെ ചെങ്കൊടി എന്ന വിപ്ലവഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ച CPM നേതാവ് പി ജയരാജൻ 2 ദിവസം മുൻപ് M സ്വരാജ് പ്രകാശനം ചെയ്ത ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഗാനമാണ് ജയരാജൻ തന്റെ പേജിൽ പങ്കുവച്ചത്. പാർട്ടി സമരവീര്യത്തിന്റെ ചരിത്രവും വർത്തമാനവും പങ്കുവെക്കുന്നതാണ് ചങ്കിലെ ചെങ്കൊടിയിലെ വരികൾ. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം തയ്യാറാക്കിയത്. അണികൾ വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചപ്പോഴും പി ജയരാജൻ പങ്കുവച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ വാഴ്ത്തിയുള്ള ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കുറാൾ എന്ന ഗാനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് എംപ്ലോയീസ് അസോസിയേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് ആലപിച്ചത്. 2017 ജയരാജനെ പുകഴ്ത്തി പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ കണ്ണൂരിന്റെ ഉദയസൂര്യൻ എന്ന സംഗീതാൽബത്തിനെതിരെ പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. കണ്ണൂരിൻ താരകമല്ലോ, ചെഞ്ചോരപ്പൊൻ കതിരല്ലോ, നാടിൻ നെടുനായകനല്ലോ പി ജയരാജൻ ധീരസഖാവ് എന്ന് തുടങ്ങുന്നതായിരുന്നു ഗാനം. സാമ്പത്തിക തട്ടിപ്പും ദേശാഭിമാനി വാർഷിക സംഖ്യയിൽ ക്രമക്കേടും CPM നേതാവിനെ പുറത്താക്കി. CPMനുള്ള ചോദ്യങ്ങൾ തുടരുകയാണ്. സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പും ദേശാഭിമാനി വാർഷിക സംഖ്യ വെട്ടിപ്പും നടത്തിയതായി പാർട്ടി കണ്ടെത്തിയ CPM നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും ശാസ്താംകോട്ട സഹകരണ ബാങ്ക് ജീവനക്കാരനും CPM കുന്നത്തൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ വ്യക്തിയാണ് CPM പുറത്താക്കിയത്. ശാസ്താംകോട്ട സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നും 2.5 കോടിയോളം രൂപ തിരിമറി നടത്തിയെന്നും ഇത് പരിഹരിക്കാൻ വ്യവസായിയുടെ പക്കൽ നിന്നും കോടികൾ വാങ്ങിയ ശേഷം കബളിപ്പിച്ചെന്നും പാർട്ടി കണ്ടെത്തിയിരുന്നു. ഭരണിക്കാവ് ടൗണിൽ ഉൾപ്പെടെ 200ഓളം പേരിൽ നിന്നും ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ വാങ്ങിയ ശേഷം 6 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായും പാർട്ടി കണ്ടെത്തി. വാർഷിക സംഖ്യ വാങ്ങിയവർക്ക് 1 മാസം മാത്രമാണ് പത്രം ലഭിച്ചത്. കൂടാതെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഭരണിക്കാവ് ഫാക്ടറിയുടെ മതിൽ പൊളിച്ച് കയ്യേറാൻ മാഫിയയ്ക്ക് സഹായം ചെയ്യാൻ പണം വാങ്ങിയെന്നും ആക്ഷേപമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ചും ആക്ഷേപമുണ്ട്. കുന്നത്തൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായത്. ഭൂരിഭാഗം അംഗങ്ങളും നേതാവിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും പോലീസിൽ പരാതി നൽകാതെ സംരക്ഷിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്നു. കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന നേതാവിനെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാതെ നേതാക്കളാണ് സംരക്ഷിച്ചത്. സംഭവം പുറത്തറിയാതിരിക്കാനും മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചുവയ്ക്കാനും പാർട്ടി നേതൃത്വം ശ്രമിച്ചതായും സൂചനയുണ്ട്. പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ ക്രമക്കേടുകൾ പരിശോധിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്.